ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2022 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സുകളാണ് നോക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡിലും അതുപോലെ തന്നെ LDCയിലും വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തേതിൽ 2022 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരം ആര്? HS പ്രണോയ്. 2022 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരം HS പ്രണോയ് ആണ്. അടുത്തത് 2022 നവംബറിൽ സമഗ്രമായ സൗജന്യ ആരോഗ്യ പരിശോധനയും ആവശ്യമായ വൈദിക ചികിത്സയും ലഭ്യമാക്കുന്നതിന് ഹരിയാന ആരംഭിച്ച പദ്ധതി നിരോഗി ഹരിയാന സ്കീം. 2022 നവംബറിൽ സമഗ്രമായ സൗജന്യ ആരോഗ്യ പരിശോധനയും ആവശ്യമായ വൈദ്യ ചികിത്സയും ലഭ്യമാക്കുന്നതിന് ഹരിയാന ആരംഭിച്ച പദ്ധതിയാണ് നിരോഗി ഹരിയാന സ്കീം. അടുത്തത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ പോളിസി പാസാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം മേഘാലയ. മെൻ്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ പോളിസി പാസാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് മേഘാലയ. അടുത്തത് ഇന്ത്യ US സംയുക്ത സൈനികാഭ്യാസമായ യുദ്ധ അഭ്യാസ് 2022 വേദി എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്. ഇന്ത്യ US സംയുക്ത സൈനികാഭ്യാസമായ യുദ്ധ അഭ്യാസ് 2022 വേദി എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലാണ്. അടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കീഴിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കീഴിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് പീപ്പിൾസ് റിസർച്ച് ഓൺ ഇന്ത്യാസ് കൺസ്യൂമർ എക്കോണമി സർവേ റിപ്പോർട്ട് പ്രകാരം മധ്യവർഗ കുടുംബങ്ങളുടെ വളർച്ചയിൽ രാജ്യത്ത് മുന്നിലുള്ളത് മലപ്പുറം ജില്ലയാണ്. പീപ്പിൾസ് റിസർച്ച് ഓൺ ഇന്ത്യാസ് കൺസ്യൂമർ എക്കോണമി സർവേ റിപ്പോർട്ട് പ്രകാരമാണ് മധ്യവർഗ കുടുംബങ്ങളുടെ വളർച്ചയിൽ രാജ്യത്ത് മുന്നിലുള്ള ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. അടുത്തത് UN രക്ഷാസമിതിയുടെ ഡിസംബർ മാസത്തെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ. UN രക്ഷാസമിതിയുടെ ഡിസംബർ മാസത്തിലെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത രാജ്യം ഇന്ത്യയാണ്. അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഗവേണൻസ് ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കോഴിക്കോട് ജില്ലയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഗവേണൻസ് ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കോഴിക്കോട്. രണ്ടാം സ്ഥാനം നേടിയത് വയനാട് ജില്ലയിലാണ്. ഒന്നാം സ്ഥാനമായി നേടിയത് കോഴിക്കോട് ജില്ല, രണ്ടാം സ്ഥാനം വയനാട് ജില്ലയിലാണ്. അടുത്തത് കാഴ്ച പരിമിതരുടെ മൂന്നാമത് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. കാഴ്ച പരിമിതരുടെ മൂന്നാമത് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. അടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ ദിനത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന രാജ്യം എന്ന റെക്കോർഡ് നേടിയത് ഇംഗ്ലണ്ടാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ ദിനത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന രാജ്യമെന്ന റെക്കോർഡ് നേടിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് പാകിസ്ഥാനെതിരെയാണ് ഈ റെക്കോർഡ് നേടിയത്. അടുത്തത് സംസ്ഥാനത്തെ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ KSFEയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ഡോക്ടർ SK സനിലാണ്. സംസ്ഥാന പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ KSFEയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ഡോക്ടർ SK സനിൽ. അടുത്തത് കേന്ദ്ര റവന്യൂ വകുപ്പ് സെക്രട്ടറിയായി ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്രയാണ്. കേന്ദ്ര റവന്യൂ വകുപ്പ് സെക്രട്ടറിയായി ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്ര. അടുത്തത് സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വന്ന സ്കൂള് വിദൂര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. സംസ്ഥാനത്തെ ആദ്യ ബാലാവകാശ ക്ലബ്ബ് നിലവിൽ വന്ന സ്കൂളാണ് വിദൂര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്. അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ഹൻസ്രാജ് അഹിർ. മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഹൻസ്രാജ് അഹിർ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തിയാണ് ഹൻസ്രാജ് അഹിർ. അടുത്തത് കാശ്മീരിലെ ആദ്യ ട്രൈബൽ വിൻ്റർ ഫെസ്റ്റിവലിന് വേദിയായത് ബന്ദിപ്പോറാണ്. കാശ്മീരിലെ ആദ്യ ട്രൈബൽ വിൻ്റർ ഫെസ്റ്റിവലിന് വേദിയായത് ബന്ദിപ്പോർ. അടുത്തത് 2022 ഇന്ത്യൻ കരസേനയുടെ സുദർശൻ ചക്രസേന രാജസ്ഥാനിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് സുദർശൻ പ്രഹാർ. 2022 ഇന്ത്യൻ കരസേനയുടെ സുദർശൻ ചക്രസേന രാജസ്ഥാനിൽ നടത്തിയ സൈനികാഭ്യാസം സുദർശൻ പ്രഹാർ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് പരിസ്ഥിതി ഓസ്കാർ എന്നറിയപ്പെടുന്ന
എർത്ത് ഷോട്ട് പുരസ്കാരം നേടിയ തെലങ്കാനയിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഗെയ്തി. പരിസ്ഥിതി ഓസ്കാർ എന്നറിയപ്പെടുന്ന എർത്ത് ഷോട്ട് പുരസ്കാരം നേടിയ തെലങ്കാനയിലെ ഷോർട്ടപ്പ് കമ്പനി ഗെയ്തിയാണ്. പരിസ്ഥിതി സംരക്ഷണവും പുനരുജ്ജീവനവുമാണ് ഈ പുരസ്കാരം ലഭിക്കുന്നതിന് കാരണമായത്. പരിസ്ഥിതി ഓസ്കാർ എന്നറിയപ്പെടുന്ന എർത്ത് ഷോട്ട് പുരസ്കാരം നേടിയ തെലങ്കാനയിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഗെയ്തി. അതിന് പുരസ്കാരം ലഭിക്കുന്നതിന് കാരണം പരിസ്ഥിതി സംരക്ഷണവും പുനരുജ്ജീവനവുമാണ്. അടുത്തത് 2022 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് SS രാജമൗലിയാണ്. 2022 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് SS രാജമൗലി. RRR അല്ലെങ്കിൽ RRR എന്ന സിനിമയുടെ സംവിധായകനാണ് SS രാജമൗലി. അടുത്തത് വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ റിപ്പോർട്ട് പ്രകാരം ധനകാര്യ സേവന മേഖലയിൽ ഏഷ്യയിൽ ഒന്നാമതെത്തിയത് കേരള ബാങ്കാണ്. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ റിപ്പോർട്ട് പ്രകാരം ധനകാര്യ സേവന മേഖലയിൽ ഏഷ്യയിൽ ഒന്നാമതെത്തിയത് കേരള ബാങ്ക്. അടുത്തത് ഭിന്നശേഷി വിഭാഗത്തിനു വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഭിന്നശേഷി വിഭാഗത്തിനു വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. അടുത്തത് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് സർവേ പ്രകാരം 2022 ലോകത്തെ ഏറ്റവും ജീവിത ചിലവേറിയ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്കാണ്. രണ്ടാമത് സിംഗപ്പൂർ. ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് സർവേ പ്രകാരം 2022 ലോകത്തെ ഏറ്റവും ജീവിത ചിലവേറിയ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്കാണ്. രണ്ടാമത് സിംഗപ്പൂർ. അടുത്തത് സ്പിയർ എന്ന ഓർമ്മ പുസ്തകം രചിച്ച വ്യക്തി പ്രിൻസ് ഹാരിയാണ്. സ്പിയർ എന്ന ഓർമ്മ പുസ്തകം രചിച്ച വ്യക്തിയാണ് പ്രിൻസ് ഹാരി. അടുത്തത് ദ ലൈറ്റ് വി ക്യാരി എന്ന പുസ്തകം രചിച്ചത് മിഷേൽ ഒബാമയാണ്. ദ ലൈറ്റ് വി ക്യാരി എന്ന പുസ്തകം രചിച്ചത് മിഷേൽ ഒബാമ. സ്പിയർ എന്ന ഓർമ്മ പുസ്തകം രചിച്ചത് പ്രിൻസ് ഹാരി. അടുത്തത് സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ല. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് കൊച്ചിയിൽ. അടുത്തത് 2022 ഡിസംബറിൽ പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. 2022 ഡിസംബറിൽ പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിൽ. അടുത്തത് ബഹ്റൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇസ്രായേൽ പ്രസിഡന്റാണ് ഇസാക്ക് ഹെർസോഗ്. ബഹ്റൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗാണ്. അടുത്തത് 64ാമത് ഉത്രാടം തിരുനാൾ പമ്പ ജലമേളയിൽ ഒന്നാമതെത്തിയത് ഗബ്രിയേൽ ചുണ്ടനാണ്. 64ാമത് ഉത്രാടം തിരുനാൾ പമ്പ ജലമേളയിൽ ഒന്നാമത് എത്തിയത് ഗബ്രിയേൽ ചുണ്ടൻ. അടുത്തത് 2022 ലണ്ടനിൽ വെച്ച് നടന്ന ഗ്ലോബൽ ബാങ്കിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യൻ വിഭാഗത്തിനുള്ള ബാങ്കേഴ്സ് ബാങ്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ബാങ്കാണ് കാനറ ബാങ്ക്. 2022 ലണ്ടനിൽ വെച്ച് നടന്ന ഗ്ലോബൽ ബാങ്കിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യൻ വിഭാഗത്തിനുള്ള ബാങ്കേഴ്സ് ബാങ്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ബാങ്ക് എന്നറിയപ്പെടുന്നത് കാനറ ബാങ്കാണ്. അടുത്തത് 27ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം എന്നറിയപ്പെടുന്നത് ടോറി ആൻഡ് ലോക്കിറ്റയാണ്. 27ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് ടോറി ആൻഡ് ലോക്കിറ്റ. അടുത്തത് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1-ാം തീയതിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോക എയ്ഡ്സ് ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. 1988 മുതലാണ് ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു തുടങ്ങുന്നത്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിച്ചു തുടങ്ങുന്നത്. 2022 തീം എന്നറിയപ്പെടുന്നത് ഇക്വലൈസ് എന്നാണ്. 2022 തീം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ലോക അടിമത്ത നിർമ്മാർജ്ജന ദിനം എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നറിയപ്പെടുന്നതും ഡിസംബർ 2-ാം തീയതിയാണ്. ലോക അടിമത്ത നിർമ്മാർജ്ജന ദിനമെന്നും ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമെന്നും അറിയപ്പെടുന്നത് ഡിസംബർ 2-ാം തീയതി.
ലോക ഭിന്നശേഷി ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. ലോക ഭിന്നശേഷി ദിനമാണ് ഡിസംബർ 3. ഇന്ത്യൻ നാവികസേനാ ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 4-ാം തീയതിയാണ്. ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ലോക മണ്ണ് ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5-ാം തീയതി. 2022 ലോക മണ്ണ് ദിനത്തിൻ്റെ തീം എന്നറിയപ്പെടുന്നത് സോയിൽ വെയർ ഫുഡ് ബിഗെയിൻസ് എന്നാണ്. 2022 ലോക മണ്ണ് ദിനത്തിൻ്റെ തീം എന്നറിയപ്പെടുന്നത് സോയിൽ വെയർ ഫുഡ് ബിഗെയിൻസ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1-ാം തീയതി. 2022 തീം ഇക്വലൈസ് എന്നാണ്. ലോക അടിമത്ത നിർമ്മാർജ്ജന ദിനം അതുപോലെ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. ലോക ഭിന്നശേഷി ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 3. ഇന്ത്യൻ നാവികസേനാ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 4. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5. 2022 ലോക മണ്ണ് ദിനത്തിൻ്റെ തീം എന്നറിയപ്പെടുന്നത് സോയിൽ വെയർ ഫുഡ് ബിഗിൻസ് എന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2022 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സുകളാണ്. ആദ്യത്തെ 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ് നോക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.